പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ഇനി ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം എന്നതാണ്. ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ് നമ്മൾ. ദൈവത്തോട് മനുഷ്യൻ്റെ പ്രതികരണം. 40-ാമത്തെ പേജിൽ 142-ാമത്തെ ഖണ്ഡികയാണ്. 142-ാമത്തെ ഖണ്ഡിക 142-ാമത്തെ ഖണ്ഡികയാണ്. അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. തൻ്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ ചരിക്കുന്നു. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സാമൂഹിക പ്രത്യുത്തരമാണ് വിശ്വാസം. അപ്പോൾ 142-ാമത്തെ ഖണ്ഡിക, അദൃശ്യനായ ദൈവം. അത് കണ്ടു. അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. വലിയ പോയിൻ്റാണ് കേട്ടോ ഇത്. വലിയ രഹസ്യമാണ്. എന്നാൽ നമുക്കറിയാവുന്നതാണ്. എങ്കിലും നമ്മളതിൻ്റെ എന്താണ് വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം? ദൈവത്തോടുള്ള മനുഷ്യൻ്റെ പ്രതികരണം. നമ്മൾ ധൃതി പിടിക്കരുത്, സാവധാനം പഠിക്കണം. ഇതിലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മൾ എന്താ വിശ്വസിക്കുന്നു, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു എന്നതും ആ വിശ്വസിക്കുന്നതിന് പ്രത്യുത്തരം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യുത്തരം, പ്രതികരണം. അതനുസരിച്ചിരിക്കും. അപ്പം നമ്മുടെ ഭാര്യ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് സ്നേഹിക്കുന്നു. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ കടമയാണ് എന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ അതിന് പ്രത്യുത്തരമായി അങ്ങോട്ട് സ്നേഹിക്കുമ്പോഴല്ലേ ആ സ്നേഹത്തിൻ്റെ ഒരു കത്തലുണ്ടാകുന്നത്. എന്ന പോലെയാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ കടമയാണ് സ്നേഹിക്കുക. ദൈവം സ്നേഹിക്കുന്നു. അങ്ങനെയല്ല, ആ സ്നേഹിക്കുന്ന ദൈവത്തിനോട് നമ്മൾ പ്രതികരിക്കുമ്പോഴാണ് ആ സ്നേഹം നമുക്ക് അനുഭവമാകുന്നത്. അതാണ് ഇതിൻ്റെ പ്രതികരണം. ഇത് സ്നേഹം എന്നതാണ് ഒരു വിഷയം. അതിനോടനുബന്ധിച്ച് തന്നെയാണ് വിശ്വാസം. അത് രണ്ടും, വിശ്വാസം, പ്രത്യാശ, സ്നേഹം കോർത്തിണങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടക്കം ഇതാണ്. ആരാണ് ഈ ദൈവം? അദൃശ്യനായ സർവാധിപനായ സൃഷ്ടാവായ ദൈവം. അദൃശ്യനായ ദൈവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. വെളിപാടിലൂടെയാണ് ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നത്. പലതരത്തിലുള്ള വെളിപാടുകൾ. ദൈവം തന്നെ നമുക്ക് ദൈവത്തെ തന്നെ നൽകിക്കൊണ്ടും ദൈവത്തിൻ്റെ വെളിപാടുകൾ നൽകിക്കൊണ്ടും നമുക്ക് ദൈവത്തെ തന്നെ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന്, സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് പറയുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞൊരാശയമാണ് ദ അൺക്രിയേറ്റഡ് ലവ്. ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമുണ്ടാക്കുകയല്ല, ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത, സ്നേഹത്തിൻ്റെ തികവ്, സ്നേഹമാകുന്നു ദൈവം. നമ്മൾ ഡോമിനം വിവിഫിക്കാന്തത്തിൽ നിന്ന് ഞാനെടുത്ത് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവം അൺക്രിയേറ്റഡ് ലവ് ആണ്, സ്നേഹമാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് സ്നേഹം. അവിടെ ദൈവം സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹം ഒരു വ്യക്തിയാകുന്നു. അപ്പോൾ അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. ഇപ്പോൾ ഇന്നലത്തെ ലത്തീൻ ആരാധനാക്രമത്തിൽ
ജോൺ പോൾ ടു. നമ്മൾ കേട്ടു സാമുവൽ സാമുവൽ. കണ്ടോ, ദൈവം സാമുവലിനെ വിളിക്കുന്നു. അപ്പോൾ കൊച്ചു പയ്യൻ അതിന് വിചാരിച്ചു അവിടെ കിടക്കണ പുരോഹിതൻ ശ്രേഷ്ഠനാണ് വിളിക്കണം ഉദ്ദേശിച്ചുകൊണ്ട് അടുത്ത് എന്നിട്ട് പറഞ്ഞു, അങ്ങ് എന്നെ വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ലല്ലോ, നീ പോയി കിടന്നോ. വീണ്ടും അവസാനം 3-ാം പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോൾ ഏലി പറഞ്ഞു, ദൈവമായിരിക്കും നിന്നെ വിളിക്കണേ, അതുകൊണ്ട് നീ ഇനി വിളി കേൾക്കുമ്പോൾ എന്ത് പറയണം? കണ്ടോ, നീ ഇനി വിളി കേൾക്കുമ്പോൾ ഇതാ അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു, അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു. അപ്പോൾ ഇത് ആദ്യ കാലഘട്ടത്തിൻ്റെ ഒരു വശമാണ്, അങ്ങയുടെ ദാസൻ. കണ്ടോ, അതാണ് പഴയ നിയമത്തിൽ തന്നെ ഉള്ള ഒരു വശമാണത്. എന്നാൽ ഇവിടെ പറയുകയാണ്, ദൈവം നമ്മളോട് എങ്ങനെയാണ് സ്നേഹിക്കുന്നത്? ദൈവം സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. സ്വമിത്രങ്ങളോടെന്ന പോലെ. അപ്പോൾ ഈ ക്രോണോസ് ആൻഡ് കൈറോസ്, ആ പഴയ നിയമത്തിലൂടെ ഇങ്ങനെ ഡെവലപ്പായി വരുന്ന ആ ദൈവസ്നേഹത്തിൻ്റെ അവസ്ഥയിൽ ആദ്യം ദാസനെ പോലെ, പിന്നെ സ്നേഹിതനെ പോലെ, പിന്നെയോ നമ്മൾ പിന്നെ അവസാനം എന്തായിട്ടാണ് കണക്കാക്കുന്നത്? സ്വന്തം മകനെ പോലെ. ദാസൻ, സ്നേഹിതൻ, മകൻ. അപ്പോൾ ഇതാണ് മുഴുവൻ സുവിശേഷ അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങളിലെ ഒരു ഡെവലപ്മെൻറ്റ്. അതിലിവിടെ ദാസൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, കാരണം അത് കഴിഞ്ഞിട്ടുള്ള സ്നേഹിതനാണ്. പക്ഷേ ഇവിടെ സ്നേഹിതനാണ് ഇവിടെ പറയുന്നത് എങ്കിലും നമുക്കറിയാം മോശ. അപ്പോൾ ഇവിടെ ഒന്നുകൂടി വായിക്കുകയാണ്, അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. അതാണ് വെളിപാടിൻ്റെ ഏറ്റവും പ്രധാന ഒരു ഘട്ടം. തൻ്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിനും സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിൽ ചരിക്കുന്നു. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സമുചിത പ്രത്യുത്തരമാണ് വിശ്വാസം. അതാണ് ഈ ക്ഷണത്തിന് മനുഷ്യൻ നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. അപ്പോൾ ഇവിടെ ഈ നമ്പർ 1 ഇവിടെ പറയുന്നത് ഡൈവർബം ടു. അതിനോടനുബന്ധിച്ചുള്ള സ്ക്രിപ്ചർ അത് വളരെ മനോഹരമാണ്, നമുക്കറിയാവുന്നതാണ്. ഒന്ന് കൊളോസോസ് 1:15, 1 തിമത്തി 1:17, കൊളോസോസ് 1:15, 1 തിമത്തി 1:17, എക്സോഡസ് 3:11, യോഹന്നാൻ 15:14-15, ബാറൂക്ക് 3:38. അത് വൾഗോത്ത എഡിഷനിലാണ് 38, നമ്മുടെ മലയാളത്തിൽ 37 ഉള്ളൂ. എന്നിരുന്നാലും അത് 36-37 ഈ 38 തന്നെയാണ്. 36-37 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് നോക്കാം. ഇതുണ്ട്. ആദ്യം തന്നെ കൊളോസോസ് 1:15, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. കേട്ടോ, ഇവിടെ ഇപ്പം സ്വമിത്രങ്ങളോട് എന്ന പോലെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈശോ മിശിഹായെക്കുറിച്ചിട്ടാണ്. അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ തൻ്റെ സ്നേഹത്തിൻ്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോട് എന്ന പോലെ സംഭാഷിക്കുന്നു. അപ്പോൾ ആ വെളിപാടിലൂടെ ദൈവം എന്തായിട്ട് മാറി? ദൈവം മനുഷ്യനായിട്ട് വന്നുകൊണ്ട് ഈശോ മിശിഹായിലൂടെ നമ്മളെ സ്വന്തം മക്കൾക്ക് സ്ഥാനം നൽകിയിരിക്കുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും അപ്പോൾ അതാണ് കാറ്റഗിസത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യ ഭാഗത്തിൽ അദൃശ്യനായ ദൈവം വെളിപാടിലൂടെ. എന്താ വെളിപാട്? ദൈവം തൻ്റെ മകനെ നമുക്ക് വേണ്ടി നൽകിക്കൊണ്ട് ആ വെളിപാടിലൂടെ
എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനാണ്. അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനാണ്. രണ്ടാമത് തിമോത്തി 1:17 ഭയങ്കര രസകരമായൊരു വചനമാണ്. വളരെ പ്രഖ്യാതമായൊരു കാര്യമാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. കണ്ടോ, യുഗങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും, ആ സകല യുഗങ്ങളുടെയും. സങ്കീർത്തനം 90 പറയുകയാണ്, തലമുറ തലമുറയായി. കണ്ടോ, ലോകത്തിൻ്റെ സകല തലമുറകളുടെയും രാജാവാണ് അവിടുന്ന്. അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. സങ്കീർത്തനം 90. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന്, അതാണ് ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് നമ്മുടെ വിശ്വാസം. അതാണ് ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ ഉൾക്കൊള്ളണം. അതാണ് ഈ നമ്മൾ പറയാൻ പോകുന്നത്. അതെങ്ങനെയാ ഏകദൈവം എന്ന് പറയണത്? അപ്പോൾ മറ്റു ജാതിക്കാർക്കെല്ലാം ദൈവമില്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ആണ് ഈ സകല ജാതികളും ഈ ഏകദൈവത്താണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം. ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ കൂടാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഒറ്റ പോയിന്റ് പിടിച്ചാൽ മതി. ആ ഏക ദൈവത്തിലൂടെയാണ് സകല ജാതി മതസ്ഥരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഏക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ഏക ദൈവം ഒരു ക്രിസ്ത്യാനിയെ ഉണ്ടാക്കാനല്ല വന്നത്. ആ ഏക ദൈവം സകല മനുഷ്യരെയും സൃഷ്ടിച്ചു. അതാണ് ചിലപ്പോൾ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു കേട്ട് കാണുമായിരിക്കും, ആ ദൈവം ഒരു ക്രിസ്ത്യാനിയല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികളുടെ മാത്രമായിട്ടല്ല ദൈവത്തെ നമ്മൾ കാണേണ്ടത്. ദൈവം സകല മനുഷ്യരുടെയും ദൈവമാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ഇതെല്ലാം പൗലോസ്ലീഹയുടെ പൗലോസ്ലീഹയ്ക്ക് കിട്ടിയ വെളിപാടുകളിലെ ഏറ്റവും മുത്തുകളാണിതെല്ലാം. ഇതൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പർവ്വതങ്ങൾക്ക് രൂപം നൽകും മുൻപ്, ഭൂമിയും ലോകവും നിർമ്മിക്കുന്നതിന് മുൻപ്, അനാദി മുതലേ അനന്തത വരെ അവിടുന്ന് ദൈവമാണ്. കണ്ടോ, സങ്കീർത്തനം 92. ആദിയിൽ വചനമുണ്ടായി, അത് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഫ്രത്തേലി ടൂട്ടി, എക്സാക്ട്ലി. അപ്പോൾ ഇവിടെ ഇനി അടുത്ത വചനമാണ് പഴയ നിയമത്തിലെ എക്സോഡസ്. ഇത് വളരെ മനോഹരമായ ഒരു ചാപ്റ്ററാണ്. പുറപ്പാട് 33-ാം അധ്യായത്തിൽ 11-ാമത്തെ വചനമാണ് ഇവിടെ എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മൾ 17 ഒന്ന് കേൾക്കണം. പുറപ്പാട് 33:11 പറയുകയാണ്, മോശയെ എങ്ങനെയാണ് ദൈവം കണക്കാക്കിയത്. മോശയെ ദൈവം എങ്ങനെ കണക്കാക്കിയത്? ഒരു സ്നേഹിതനോടെന്ന പോലെയാണ്. ഇത് ഒരു വചനമേ ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതുപോലെ തന്നെയാണ് അബ്രാഹത്തിനോടും കർത്താവ് സ്നേഹിതനോടെന്ന പോലെയാണ്. അബ്രാഹത്തിനോടും മോശയോടും സ്നേഹിതനോടെന്ന പോലെയാണ്. ഇംഗ്ലീഷിൽ ന്യൂ അമേരിക്കൻ ബൈബിൾ 33:17 പറയുന്നത്, ഹീസ് മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. യു ആർ മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, വാട്ട് എവർ യു ആസ്ക് ഐ വിൽ ഡു എന്നാ പറയണേ. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു,
നിന്നെ എനിക്ക് നന്നായി അറിയാം. ഈ വചനത്തിന് 33:17 The Lord said to Moses, this request to which you have made I will carry out because you have found favor. Oh, adano. Yes, and you are my intimate friend. Praise the Lord. ഈ ന്യൂ അമേരിക്കൻ ബൈബിളിലെ ഒരു ലേറ്റസ്റ്റ് ട്രാൻസ്ലേഷനാണ്. അതുകൊണ്ടാണ് ആ ഇൻറ്റിമസി, യു ആർ മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ഇനി 33:11 അത് മലയാളത്തിൽ എഴുതി. ദ ലോർഡ് യൂസ് ടു സ്പീക്ക് ടു മോസസ് ഫേസ് ടു ഫേസ് ആസ് എ പേഴ്സൺ സ്പീക്ക് ടു എ ഫ്രണ്ട്. മോസസ് വുഡ് ദെൻ റിട്ടേൺ ടു ദ ക്യാമ്പ്, but his young assistant Joshua, son of Nun, never left the tent. Okay. അപ്പോൾ സ്നേഹിതനെ പോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നു. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. എന്നാൽ അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടു പോയിരുന്നില്ല. ഇവിടുത്തെ വിഷയം ദൈവവും മനുഷ്യനുമായ ബന്ധം. നമ്മൾക്ക് ഹൃദയത്തിൽ ആർക്കെങ്കിലും ഇനിയും ദൈവത്തെ നമ്മളിങ്ങനെ ഭയപ്പെടുന്ന ഒരു ഭീകര വ്യക്തിയായിട്ടോ ഒരു യജമാനനും നമ്മൾ അടിമയായിട്ടോ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെയുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് ഇപ്പോൾ മാറണം. എങ്കിലേ നമുക്ക് ഈ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവഭയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വരമാണ്. എന്നാൽ ദൈവത്തെ നമ്മൾ പേടിക്കുകയല്ല. ദൈവം ഒരു ഭീകര വ്യക്തിയായിട്ടോ നമ്മളെ വിധിക്കാൻ വരുന്നോ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നു നോക്കി നിന്നുകൊണ്ട് നമ്മളെ ശിക്ഷിക്കുന്നു, ഇതൊന്നുമല്ല ദൈവം. അതല്ലേ അല്ല. ഇപ്പോൾ മോശയോട് പോലും ദൈവം ഒരു സ്നേഹിതനെ പോലെയാണ്. എന്നിട്ട് പറയാണ്, യു ആർ മൈ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. മോശയോട് ഇതാണ് എങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളോട് എന്താണ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ഇവിടെ പറയുന്നത് ബാറൂക്ക് 3:36, ബാറൂക്ക് 3:36-37 എഴുതിക്കുള്ളൂ. ഈ ദൈവം തന്നെക്കുറിച്ചുള്ള അറിവ്, തന്നെക്കുറിച്ചുള്ള ജ്ഞാനം മനുഷ്യന് നൽകുകയാണ്. അതാണ് ദൈവത്തിൻ്റെ ആ വാത്സല്യം, ദൈവത്തിൻ്റെ വെളിപാട്. ആ വെളിപാട് നമുക്ക് നൽകുന്നതിലൂടെയാണ് നമ്മൾ ദൈവത്തെ കൂടുതലായിട്ട് അറിയുന്നത്. ബാറൂക്ക് 3-ാം അധ്യായത്തിൽ 38 മലയാള ബൈബിളിൽ ഉണ്ടാവില്ല, 36-37 എഴുതാം. അപ്പോൾ അവിടെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് തന്നെ ദൈവം നമുക്ക് തന്നാലല്ലേ മനസ്സിലാകുകയുള്ളൂ. ഇതുണ്ടോ, അവിടെ നിന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ തൻ്റെ ദാസനായ യാക്കോബിന് താൻ സ്നേഹിച്ച ഇസ്രായേലിനെ കൊടുത്തു. അവൾ എന്ന് പറയുന്നത് അറിവിനെയാണ്, ജ്ഞാനമാണ് അവൾ എന്ന് പറയുന്നത്. അവിടെ ജ്ഞാനത്തെ അവിടെ നിന്ന് അറിവിലേക്കുള്ള എല്ലാ വഴികളും കണ്ടെത്തി അവളെ, അതായത് അറിവിനെ, ജ്ഞാനത്തെ തൻ്റെ ദാസനായ യാക്കോബിനെ താൻ സ്നേഹിച്ച ഇസ്രായേലിന് കൊടുത്തു. അനന്തരം അവളെ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുകയും മനുഷ്യരുടെ ഇടയിൽ വസിക്കുകയും ചെയ്തു. ബാറൂക്ക്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതനാണ്. അത് യോഹന്നാൻ 15:14-15. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത്, ഈശോ നിങ്ങൾ ഇനി സ്നേഹിതനാണ്, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാരെന്ന് വിളിക്കുകയില്ല. അപ്പോൾ പഴയ നിയമത്തിൽ എപ്പോഴും ഇതാ ദാസർ ശ്രവിക്കുന്നു. ദൈവം ഒരു യജമാനനും മനുഷ്യർ ദാസനുമായിട്ടാണ് കണ്ടിരുന്നതെങ്കിൽ ആ അവസ്ഥയെ പടിപടിയായിട്ട് ദൈവം മാറ്റി മോശയിലൂടെ ദൈവം കൊണ്ടുവന്നു. നീ ഇനി ദാസനല്ല, സ്നേഹിതനാണ്. പക്ഷെ ആ സ്നേഹിതൻ്റെ പൂർണ്ണത നമ്മൾക്ക് വരുന്നത് ഈശോ മിശിഹ വന്നു കഴിഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് ഈശോ പീഡാനുഭവത്തിന് മുമ്പ് പറയുന്നത്, ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം
യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. ഇത് ഇനി നമ്മൾ അല്പം കൂടി ഇത് പീഠാനുഭവത്തിന് മുൻപ് പറയുന്നെങ്കിൽ, പീഠാനുഭവം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഈശോ എന്താ പറഞ്ഞേക്കണത്? നിങ്ങളെ സഹോദരങ്ങൾ എന്നാ പറയണത്. ഈശോയുടെ സഹോദരങ്ങൾ എന്നാ പറയണത്. പിന്നെ മേരി മഗ്ദലനായോട് പറഞ്ഞു, നീ പോയിട്ട് എൻ്റെ സഹോദരന്മാരോട് പറയുവിൻ. ഈശോ തന്നെ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ പിതാവേ. ഈശോ നമ്മുടെ സഹോദരനായി. അതാണ് അടുത്ത ഡെവലപ്മെൻറ്റ്. അത് ഞാൻ മുൻകൂട്ടി ഒന്ന് പറയുന്നേ ഉള്ളൂ. നമ്മൾ സ്നേഹിതരാണ്, അതോടൊപ്പം നമ്മൾ ദൈവത്തിൻ്റെ വാത്സല്യ മക്കളാണ്, യേശുക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരരാണ്. അപ്പോൾ ഇത്രയും വെളിപാട് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതിൻ്റെ സൈഡിലുള്ള പാരഗ്രാഫ് 1102 നമുക്ക് കേൾക്കാം. 1102 ദൈവത്തിൻ്റെ രക്ഷാകര വചനം കൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിൽ വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടുന്നു. അതാണ് ദൈവത്തിൻ്റെ രക്ഷാകര വചനം കൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിൽ വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടുന്നു. അതുവഴി വിശ്വാസികളുടെ ഹൃദയത്തിൽ വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടുന്നു. അതുവഴി വിശ്വാസികളുടെ സമൂഹം ജന്മമെടുക്കുകയും വളരുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ രക്ഷാകര വചനം കൊണ്ട് വിശ്വാസികളുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകര വചനം കൊണ്ട്, അതാണ് ഈശോ തന്നെ വചനം മാംസമായി വന്ന ആ വചനം വിശ്വാസികളുടെ ഹൃദയത്തിൽ വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടുന്നു. അതുവഴി വിശ്വാസികളുടെ സമൂഹം ജന്മമെടുക്കുകയും വളരുകയും ചെയ്യുന്നു. പ്രഘോഷണം ഒരു പ്രബോധനം കൊണ്ട് അവസാനിക്കുന്നില്ല. അത് ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ഉടമ്പടിയെ സംബന്ധിക്കുന്ന സമ്മതവും പ്രതിബദ്ധതയും എന്ന നിലയിൽ വിശ്വാസത്തിൻ്റെ പ്രത്യുത്തരം ആവശ്യപ്പെടുന്നു. കൂടാതെ പരിശുദ്ധാത്മാവ് വിശ്വാസത്തിൻ്റെ കൃപാവരം നൽകുകയും അതിനെ ശക്തിപ്പെടുത്തുകയും സമൂഹത്തിൽ അതിനെ വളർത്തുകയും ചെയ്യുന്നു. ആരാധനാ സമ്മേളനം പ്രഥമത വിശ്വാസത്തിലുള്ള കൂട്ടായ്മയാണ്. ഇത് അടുത്ത പാരഗ്രാഫിൽ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും കേട്ടോ. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത പാരഗ്രാഫ് 143 നമ്മൾ പോവുകയാണ്. വിശ്വാസം വഴി മനുഷ്യൻ തൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ യുക്തിയുടെ പ്രകാശിക്കപ്പെടാത്ത അവസ്ഥയാണെങ്കിലുള്ള പ്രശ്നം. നമ്മുടെ യുക്തി പ്രകാശിപ്പിക്കപ്പെട്ടുള്ളതാണെങ്കിൽ കീഴ്വഴക്കമുണ്ടാകും, അനുസരണം ഉണ്ടാകും. അല്ലെങ്കിൽ അതെന്താ ദൈവം അങ്ങനെ ചെയ്തത്, ദൈവം മറ്റുള്ളവർക്കൊക്കെ വലിയ നന്മ ചെയ്തു, എനിക്ക് ഇങ്ങനെ ചെയ്തു എന്താ, ഇങ്ങനെയൊക്കെയുള്ള യുക്തിയാണ്. ദൈവത്തിന് നന്മ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ദൈവത്തിൽ നിന്ന് ഒരിക്കലും തിന്മ വരുന്നില്ല. ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. വിശ്വാസം വഴി മനുഷ്യൻ തൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇപ്പോൾ നമ്മളധികം പേരും വിവാഹിതരാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യ രാത്രിയിൽ തന്നെ ഭാര്യയും ഭർത്താവും പൂർണ്ണമായിട്ട് തന്നെ അങ്ങ് സമർപ്പിക്കുകയാണ്. നമ്മൾ വല്ലതും അറിഞ്ഞിട്ടാണ് ഇയാളെക്കുറിച്ച് നമ്മുടെയൊക്കെ കല്യാണത്തിൽ നമ്മൾ ഇയാളെ ആദ്യം പെണ്ണ് കണ്ടപ്പോൾ ഒന്ന് കണ്ടിട്ടുണ്ട്, പിന്നെ മനസ്സമ്മതത്തിലൊന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾക്കകത്തൊരു ഭയങ്കര വിശ്വാസമാണ്, ഇദ്ദേഹം എൻ്റെ ഭർത്താവാണ്. അതുകൊണ്ട് ഭാര്യ പൂർണ്ണമായിട്ട് അങ്ങ് സമർപ്പിക്കുകയാണ്. ഭർത്താവ് ഇവളെൻ്റെ ഭാര്യയാണ്. കാരണം ഇതാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രതീകം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നീ എൻ്റെ
ഐ ഹാവ് എക്സ്പൗസ്ഡ് യു. എൻ്റെ മണവാട്ടിയാണ് സഭ. ഈ ദൈവമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് സഭ മണവാട്ടിയാണ്. അപ്പോൾ ആ മണവാട്ടി എന്നുള്ള നിലയ്ക്ക് എന്താണ് നമ്മുടെ ബന്ധം? പൂർണ്ണമായ ഒരു സമർപ്പണമാണത്, പരസ്പരം. അതാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു, ഒരു ഉടമ്പടി ബന്ധമാണ് ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം. ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ? ഉടമ്പടി നമുക്കറിയാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഉടമ്പടി വിവാഹ ഉടമ്പടിയാണ്. വിവാഹ ഉടമ്പടിയിൽ എന്ത് സംഭവിച്ചു? ഞാൻ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഉടമ്പടി ചെയ്തു എന്ന് പറഞ്ഞൊരു കോൺട്രാക്റ്റ് ചെയ്തു എന്നല്ല, എൻ്റെ ജീവൻ കൊടുക്കുന്നു, സമർപ്പിക്കുന്നു. അവളുടെ ജീവൻ എനിക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ഇത് നോക്കി രണ്ട് ജീവനും പരസ്പരം ലയിക്കുന്നു. ഇനി അത് തമ്മിൽ അകറ്റാൻ പറ്റാത്ത രീതിയിൽ അത് തമ്മിൽ ലയിക്കുന്നു. അതാണ് ഉടമ്പടി ബന്ധം. ഉടമ്പടി എന്ന് കേൾക്കുമ്പോൾ ഉടനെ നമ്മൾ ചിന്തിക്കുക, അതാണ് ഈശോ തന്ന ഉടമ്പടി. ഇതാ എൻ്റെ ശരീരം, ഇതാ എൻ്റെ രക്തം, കണ്ടോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്ന നവീനവും സനാതനവുമായ ഉടമ്പടി. ഇപ്പോൾ ഇതിങ്ങനെ കൈ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈശോ. നമ്മൾ വിശുദ്ധ കുർബാനയിൽ എന്തു ചെയ്യുന്നു? ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മളെ തന്നെ, അതാണ് മുട്ടുകുത്തുന്നതിൻ്റെയും പരസ്പര ആ ബോഡി ലാംഗ്വേജിൻ്റെയൊക്കെ അർത്ഥം. നമ്മൾ ആ ഈശോയെ സ്വീകരിക്കുന്നു. എന്ത് സ്വീകരിച്ചു? ഉടമ്പടി ബന്ധമനുസരിച്ച് ഈശോയുടെ ശരീരവും രക്തവും എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജീവനെ, ഈശോയെ മുഴുവനും നമ്മുടെ ജീവനുമായിട്ട് ലയിപ്പിച്ചിരിക്കുന്നു. പ്രത്യുത്തരം. അല്ലെങ്കിൽ നമ്മൾ ഈശോ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇതാ എൻ്റെ ശരീരം, എൻ്റെ രക്തം. നമ്മളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ സ്വീകരിക്കുന്നില്ല, പ്രതികരണമില്ല, പ്രത്യുത്തരമില്ല. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം തൻ്റെ അനന്ത സ്നേഹത്തിൽ നമ്മൾക്ക് തന്നെ നൽകുമ്പോൾ ആ ദൈവത്തെ നമ്മൾ എന്താണ് ഇവിടെ പറയുന്നത്? ബുദ്ധിയെയും മനസ്സിനെയും, മനുഷ്യൻ തൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു. രണ്ടാമത്തെ വചനത്തിൽ ഡൈവർബം 5 പറയുന്നതാണ്. തുടർന്ന് സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട്, ടേക്ക് മീ, ഇതാ ഞാൻ നിൻ്റേതാണ് ഈശോയെ, ഞാൻ നിൻ്റേതാണ്. ഇപ്പോൾ മണവാളനും മണവാട്ടി രണ്ടുപേരും പരസ്പരം അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ നിൻ്റേതാണ്, നീ എൻ്റേതാണ്. അപ്പോൾ സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിനെ മനുഷ്യൻ സ്വയം വെളിപ്പെടുത്തുന്നു എന്നുള്ള വാക്ക് തന്നെ തനിക്കുള്ളതെല്ലാം തുറന്നു കാണിക്കുന്നു. തൻ്റെ അനന്തമായ സ്നേഹവും അനന്തമായ ജ്ഞാനവും അനന്തമായ മഹത്വവും ദൈവം നമുക്കങ്ങ് തരുന്നു. അനന്തത. ആ വെളിപ്പെടുത്തലിനെ നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? സ്വയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മനുഷ്യൻ തൻ്റെ അസ്തിത്വം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രത്യുത്തരം നൽകുന്നു. എന്താണ്? യെസ്, ഞാൻ അത് സ്വീകരിക്കുന്നു. അവിടെ നമ്മളുടെ ബുദ്ധി കൊണ്ട്, മനസ്സുകൊണ്ട് നമ്മൾ, കർത്താവേ, ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത വലിയൊരു നിധിയാണെന്ന് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കടക്കുന്നത് അടുത്ത പടിയാണ്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഔസേപ്പിതാവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഔസേപ്പിതാവ് 3 സ്വപ്നങ്ങളിലും ഇപ്പം പരിശുദ്ധ പിതാവിൻ്റെ ആ പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. പരിശുദ്ധ പിതാവ് ഔസേപ്പിതാവിനെ കുറിച്ച് നൽകിയ പിതാവിൻ്റെ ഹൃദയം എന്നുള്ള പ്രബോധനത്തിൽ, അല്ലെങ്കിൽ അപ്പസ്തോലിക പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റാൻസ് ഇതാണ്. 3 സ്വപ്നങ്ങളുടെയും അവസാനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ ഉണർന്ന് അമ്മയെയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഉടനെ പുറപ്പെട്ടു. കണ്ടോ, ഉടനെ പുറപ്പെട്ടു. അവൻ ഉണർന്നു. സ്വപ്നം കഴിഞ്ഞ ഉടനെ തന്നെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയോ, അതെന്താ അങ്ങനെ പറഞ്ഞത്, വേറെ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കിയാലോ, ഒന്ന് കൺസൾട്ട് ചെയ്താലോ, ഒന്ന് ചർച്ച ചെയ്താലോ, അത് അങ്ങനെ പറയാൻ പാടുണ്ടോ, ഇതിപ്പോൾ തന്നെ രാത്രിക്ക് തന്നെ ഇവിടെ നിന്നിട്ട് പോകണമെന്ന് പറയുന്നത് എന്ത് കാര്യം? ഇങ്ങനെ ഒന്നും ചിന്തിക്കാതെ അവൻ ഉണർന്നു, അമ്മയെയും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഉടനെ പുറപ്പെട്ടു.
അത് വിശ്വാസത്തിൻ്റെ ഒരു വിധേയത്വമാണത്. അതാണ് ഈ അടുത്ത് നമ്മൾ കാണുന്നത്. വെളിപാടിൻ്റെ കർത്താവിന് മനുഷ്യർ നൽകുന്ന പ്രത്യുത്തരത്തെ വിശ്വാസത്തിൻ്റെ അനുസരണമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഏതാണ് ഈ വചനം? വളരെ പ്രിയപ്പെട്ടതാണ് ഈ വചനം. അത് ഓർക്കാൻ ഏറ്റവും എളുപ്പം റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആദ്യവും അവസാനവും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 16 അധ്യായങ്ങളുണ്ടത്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനവും 16-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനവുമാണത്. കണ്ടോ, ഇവിടെ എഴുതിയിരിക്കുന്നതാണിത്. റോമർ 1:5, 16-26. അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാക്കേണ്ടതിന് ഞങ്ങളെ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. അതാണ് നമുക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നൊരു ദാനം. ശേഷമുള്ളവരെ, എനിക്കിത് ഭയങ്കര വലിയ ഒരു കാര്യമായിട്ടാണ്. ഞാൻ ഈ സഭയുടെ പ്രബോധനത്തിൽ പറഞ്ഞിരിക്കുന്നതും ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനെയും മാർപ്പാപ്പ പറയുന്നതിനെയും വിശ്വാസ സത്യങ്ങൾ വായിക്കുമ്പോൾ ഒരിക്കൽ പോലും അതിനോടൊരു എതിർ ചോദ്യം എനിക്കുണ്ടാകാറില്ല. കറക്റ്റ്, യെസ്, കർത്താവ് അരുളി ചെയ്തു, അതങ്ങനെ തന്നെ. ഇറ്റ് ഈസ് റിട്ടൺ, സോ ഇറ്റ് വിൽ ബി ഡൺ. അതാണ് 16-26 നോക്കിയോ. വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനപദങ്ങളും അറിയപ്പെട്ടിരിക്കുന്നു. അടുത്ത വചനം കൂടി 25 മുതൽ എടുത്താലോ. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം. കേട്ടോ, യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി. കണ്ടോ, ഞാനിത് പറയുമ്പോൾ മനസ്സിലാക്കണം, ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആദ്യവും അവസാനവുമാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ ആ പ്രബോധനത്തിൻ്റെ അകത്തുള്ള ഭയങ്കര രഹസ്യം വിശ്വാസത്തിൻ്റെ അനുസരണം. അപ്പോൾ നമ്മളിവിടെ സാംശീകരിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൻ്റെ അനുസരണം. പെട്ടെന്ന് നമ്മൾ 2087 കൂടി വായിച്ചാൽ ഈ ഭാഗം കംപ്ലീറ്റ് ആകും. 2087 വിശ്വാസം എന്താണ്? നമ്മുടെ ധാർമ്മിക ജീവിതം അതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നത് തൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിലുള്ള വിശ്വാസത്തിലാണ്. വിശുദ്ധ പൗലോസ് വിശ്വാസത്തിൻ്റെ അനുസരണത്തെ നമ്മളിപ്പോൾ കേട്ട ഭാഗം തന്നെയാണ് നമ്മുടെ പ്രഥമ കടമയായി വിശേഷിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ പ്രഥമ കടമ, വിശ്വാസത്തിൻ്റെ അനുസരണം. അത് ചോദ്യം ചെയ്യാതെ പൂർണ്ണമായി അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തെപ്പറ്റിയുള്ള അജ്ഞതയാണ് എല്ലാ അധർമ്മങ്ങളുടെയും മൂലതത്വവും വിശദീകരണവുമെന്ന് അദ്ദേഹം കാണിച്ചു തരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത, അതാണ് നമ്മൾ ഈ പഠിക്കുന്നത് മുഴുവനും. അജ്ഞത മാറാൻ ദൈവത്തോടുള്ള നമ്മുടെ കടമ അവിടുന്ന് വിശ്വസിക്കുകയും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. നമുക്കിന്ന് കേട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇതാണ്, ദൈവത്തിൻ്റെ ആ വെളിപാടുകളെല്ലാം ദൈവം നമുക്ക് നൽകിക്കൊണ്ട് ദൈവം തന്നെ നമുക്ക് നൽകി. ആരെപ്പോലെ? ഒരു സ്നേഹിതനെ പോലെ, ഒരു ഏറ്റവും അടുത്ത സുഹൃത്തിനെ തൻ്റെ ഹൃദയ രഹസ്യങ്ങൾ മുഴുവനും വെളിപ്പെടുത്തുന്നു. അത് നമ്മൾ പഴയ നിയമത്തിലെ ഓരോ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കി, തുടർന്ന് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ മനസ്സിലാക്കി, ഈശോ പറഞ്ഞ കാര്യം മനസ്സിലാക്കി. ഈശോ പറഞ്ഞു, ഇനിമേൽ നിങ്ങൾ ദാസന്മാരല്ല, നിങ്ങൾ സ്നേഹിതരാണ്. കണ്ടോ, എന്തുകൊണ്ടാണ്? എൻ്റെ പിതാവ് എനിക്ക് പറഞ്ഞു തന്നതെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയും വിശ്വാസവും ഒരു ഭയപ്പെടുത്തുന്ന കാര്യമാകരുത്. അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നത് ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. നമ്മളുടെ ദൈവം നമ്മളെ സ്നേഹിതനാണ്. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മകനാണ്. നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്.
നമ്മൾ ഇവിടെ നമ്മുടെ ദൗത്യം എന്താണ്? നമുക്കൊരു ഉത്തരവാദിത്വമുള്ളത് എന്താണ്? വിശ്വാസത്തിൻ്റെ അനുസരണം. വിശ്വാസത്തിൻ്റെ അനുസരണം. അതുകൊണ്ടാണ് സഭയുടെ ഈ പ്രബോധനങ്ങൾ. നമ്മളിതിനു മുമ്പ് ഒരുപാട് പുസ്തകങ്ങളൊക്കെ വായിച്ചു കാണും, പലതുമെല്ലാം. പക്ഷെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിലൂടെ പൂർണ്ണമായ ഈ പ്രബോധനങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. ബൈ ബൈ.